ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഖരപദാർത്ഥങ്ങളുടെ ബലതന്ത്ര സവിശേഷതകൾ എന്ന ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് പറയാനുള്ളത് ഹുക്സ് ലോ ആണ്, അല്ലെങ്കിൽ ഹുക്ക് നിയമം എന്ന് നമുക്ക് പറയാം. വിവിധ രൂപത്തിലുള്ള സാഹചര്യങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രം നമ്മൾ കാണിക്കും. ചെറിയ രൂപമാറ്റങ്ങൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും നേരനുപാതത്തിലാണ്. ഇതിനെ ഹുക്ക് നിയമം എന്ന് വിളിക്കുന്നു. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ള കോൺസെപ്റ്റാണ് ഹുക്ക് നിയമം എന്ന് പറയുന്നത്. സ്ട്രെസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ ആണ്. അതായത് ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് അവിടെ കെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരനുപാത സ്ഥിരാങ്കമാണ് കെ. ഈ സ്ഥിരാങ്കത്തിനെയാണ് നമ്മൾ ഇലാസ്തികത മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആവുമ്പോൾ സ്ട്രെസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ നമുക്ക് എഴുതാം. കെ ആണ് നമ്മൾ ഇലാസ്തികത മോഡുലസ് അല്ലെങ്കിൽ അനുപാത സ്ഥിരാങ്കം എന്ന് പറയുന്നത്. ഹുക്കിന്റെ നിയമം ഒരു ആനുഭാവിക നിയമമാണ്. ഭൂരിഭാഗം വസ്തുക്കൾക്കും പൊതുവെ ഇത് ബാധകമാണ്. എന്നാൽ ചില വസ്തുക്കൾ ഈ നിയമം, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള നേരനുപാതം പാലിക്കുന്നില്ല. എല്ലാ വസ്തുക്കളും ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നുള്ള കോൺസെപ്റ്റ് അംഗീകരിക്കുന്നില്ല. പല വസ്തുക്കളുണ്ട് ആ ഒരു നിയമം അംഗീകരിക്കാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഗ്രാഫാണ് ഒരു ലോഹത്തിന്റെ മാതൃകാപരമായ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ്. ഇവിടെ നോക്കുക, 0 to A നമുക്ക് കാണാം. അതായത് 0 to A എന്ന് പറയുന്ന പോയിന്റിലെ ഈ ഗ്രാഫ് ലീനിയർ ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പക്ഷേ A to B നോക്കുക, അവിടെ ലീനിയർ അല്ല, അത് ആനുപാതികമല്ല. എന്നിരുന്നാലും അതായത് അപ്പോൾ 0 to A നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്ത് ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത്, അതിൻ്റെ രൂപമാറ്റം സംഭവിക്കുന്ന സമയത്ത് ആ വസ്തു അതിനെ സംഭവിച്ച രൂപമാറ്റത്തിൽ നിന്ന് തിരിച്ചു വരും 0 to A. ഇനി A to B ഇത് ആനുപാതികമല്ലെങ്കിൽ പോലും ആ ഫോഴ്സ് തീരുന്ന സമയത്ത് അത് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇനി ബി എന്ന പോയിന്റ് നോക്കുക. ബി എന്ന പോയിന്റ് ആണ് യീൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിന് ശേഷം സംഭവിച്ച രൂപമാറ്റത്തിൽ നിന്നും പഴയ രൂപത്തിലേക്ക് ഒരു വസ്തുവിന് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക പരിധി എന്നാണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പറയുന്നത്. ഈ ബിന്ദുവിലെ സ്ട്രെസ്സിനെ പദാർത്ഥത്തിന്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കും. അതായത് ബി എന്നുള്ള പോയിന്റിലുള്ള സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു കമ്പിയുടെ മുകളിൽ വെയിറ്റ് കൊടുത്ത് അതിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെയിറ്റ് നമ്മൾ വീണ്ടും വർദ്ധിപ്പിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ സ്ട്രെസ്സിൻ്റെ മൂല്യം ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാകും. അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാകും. പിന്നെ നമ്മളൊരു സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിന് അനുസരിച്ച് ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുകയും ചെയ്യും. അത് പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്യും. ഇനി ബി ഡി എന്ന് പറയുന്ന ഭാഗം ഈ ഒരു ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബിക്കും ഡിക്കും ഇടയിലുള്ള ഒരു പോയിന്റ് നമ്മൾ സി. ആ സീനെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊരു പോയിന്റ് ആണ്. ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് കൊടുത്ത് അതിൽ നിന്ന് ഒരു രൂപമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് വസ്തുവിന് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതായത് ഇത്തരം
പദാർത്ഥത്തിൽ എപ്പോഴെങ്കിലും സ്ട്രെസ് 0 ആയാൽ സ്ട്രെയിൻ 0 അല്ല. അതുകൊണ്ട് പദാർത്ഥത്തെ നമ്മൾ പെർമനന്റ് സെറ്റ് എന്ന് വിളിക്കാം. ഇനി ഗ്രാഫിലെ ഡി എന്ന ബിന്ദു പദാർത്ഥത്തിന്റെ അന്തിമ വലിവ് ശേഷിയാണ്. ഡി എന്ന് പറയുന്ന ബിന്ദുവിനെയാണ് നമ്മൾ അന്തിമ വലിവ് ശേഷി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ബിന്ദുവിനപ്പുറത്ത് പ്രയോഗിക്കപ്പെട്ട ബലത്തിൽ കുറവുണ്ടായാൽ പോലും അധികം സ്ട്രെയിൻ ഉണ്ടായി ഇ എന്ന ബിന്ദുവിൽ എത്തുമ്പോഴത്തേക്കും പദാർത്ഥം പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഒരു പദാർത്ഥത്തിലെ അന്തിമ വരവ് ശേഷിയും ഫ്രാക്ചർ പോയിന്റും അടുത്തായിരുന്നാൽ പദാർത്ഥം ഭങ്കുരമായിരിക്കും. ഭങ്കുരമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഡി ആണ് അതിൻ്റെ അന്തിമ വലിവ് ശേഷി, അതായത് മാക്സിമം വലിക്കാൻ പറ്റുന്ന പോയിന്റ്. ഇ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ചർ പോയിന്റ് ആണ്, അതായത് പൊട്ടിപ്പോകുന്ന പോയിന്റ് ആണ്. ഇത് രണ്ടും അടുത്തിരുന്നാൽ പദാർത്ഥം പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ ഇത് കുറച്ച് അകലെയാണെങ്കിൽ പദാർത്ഥം ഡക്റ്റൈൽ ആയിരിക്കും. അതിനെ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും ഒക്കെ പറ്റും, ഡിയും ഇയും തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നേരത്തെ പ്രസ്താവിച്ചതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ സ്വഭാവങ്ങൾ ഓരോ പദാർത്ഥത്തിലും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് റബ്ബറിനെ പല പ്രാവശ്യം വലിച്ചു വിട്ടാൽ പോലും അത് യഥാർത്ഥ ആകൃതിയിലേക്ക് തിരികെ എത്തും. ചിത്രം 9.4ൽ കാണിച്ചിരിക്കുന്നത് ഹൃദയവാൽവായ അയോർട്ടയിലെ ഇലാസ്തിക കലകളുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഇലാസ്തിക മേഖല വളരെ വലുതാണെങ്കിലും ഈ ഗ്രാഫിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഹുക്കിന്റെ നിയമം പാലിക്കപ്പെടുന്നില്ല. ഇലാസ്തിക മേഖല എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ ആദ്യത്തെ പൊസിഷനിലേക്ക് തിരികെ എത്തുന്ന സമയം വരെയുള്ള ഒരു അവസ്ഥയാണ്. ഇലാസ്തിക മേഖല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പോയിന്റ് വരെ വസ്തുവിൽ ഡീഫോർമേഷൻ ഉണ്ടായാൽ അത് തിരിച്ചെത്തും എന്നുള്ളതാണ്. അപ്പോൾ അയോട്ട എന്ന് പറയുന്ന ഹൃദയവാൽവിൻ്റെ ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട എന്ന് പറയുന്നത്. അയോട്ടയിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പോയിന്റ് വരെ തിരിച്ചെത്തും. അതിൻ്റെ ഇലാസ്തിക മേഖല വളരെ കൂടുതലാണ്, വളരെ വലിയൊരളവ് വരെ അത് തിരിച്ചെത്തും. പക്ഷേ പല പോയിന്റിലും ഇത് ഹുക്ക് നിയമം അനുസരിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. അതേപോലെ തന്നെ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു പ്ലാസ്റ്റിക് മേഖല ഇല്ല. അയോട്ടയുടെ കേസിൽ ഒരു പ്ലാസ്റ്റിക് മേഖല ഇല്ല. അയോട്ടയിലെ കലകൾ റബ്ബർ തുടങ്ങിയ പദാർത്ഥങ്ങളെ വലിച്ചു നീട്ടി ഉയർന്ന സ്ട്രെയിൻ ഉണ്ടാക്കാവുന്നതിനാൽ ഇവയെ ഇലാസ്റ്റോമറുകൾ എന്ന് വിളിക്കുന്നു. അതായത് വലിച്ചു നീട്ടിയിട്ട് നമ്മൾ കുറേ നേരം അതിനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കാം, സ്ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് പ്ലാസ്റ്റിക് മേഖലയില്ല, അതായത് തിരിച്ച് പോകുന്നില്ല അതിൻ്റെ പഴയ അവസ്ഥ. അതായത് അതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കില്ല, അതിനെ വലിച്ചു നീട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം എന്നുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഇവിടെ നോക്കുക, നേരത്തെ ഗ്രാഫിലെ കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്. 0 to A എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. മെറ്റീരിയൽ ഒബെയ്സ് ഹുക്ക് ലോ അനുസരിക്കുന്നുണ്ട് ആ മെറ്റീരിയൽ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമ്മൾ അവിടെയുള്ള ഫോഴ്സ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക്, ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി A to B എന്ന പോയിന്റിൽ സ്ട്രെസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. അവിടെ ഹുക്ക് ലോ അനുസരിക്കുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എങ്കിലും ഇഫ് യു റിമൂവ് ദ ഫോഴ്സ് ദ മെറ്റീരിയൽ ഗോസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. എന്ത് ചെയ്യും? നമ്മൾ ആ ബലം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഷേപ്പിലേക്ക്, ആകൃതിയിലേക്ക് അത് തിരിച്ചു പോകും. ബി എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ഒരു പോയിന്റ് വരെ, ഇലാസ്തിക പരിധി വരെ നമുക്കതിനെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് രൂപമാറ്റം സംഭവിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും.
അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ yield സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി B to D പ്ലാസ്റ്റിക് റീജിയൻ ആണ്. പ്ലാസ്റ്റിക് റീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയലിന് രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക്, ആദ്യം ഉണ്ടായിരുന്ന ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് B to D എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ന് പറയുന്ന റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ചൂയിങ് ഗം സ്ട്രെച്ച് ചെയ്യുന്നത് പോലെയാണ്. അത് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് തിരിച്ചു പോയില്ല. ബിക്കും ഡിക്കും ഇടയിലുള്ള ഒരു പോയിന്റ് C എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് പെർമനന്റ് സെറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഏത് പോയിന്റ് എടുത്താലും ബിക്കും ഡിയിലും ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും അത് പെർമനന്റ് സെറ്റ് ആയിരിക്കും. ആഫ്റ്റർ ദിസ് പോയിന്റ്, ഈവൻ ദോ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ലെസ്, ലാർജ് സ്ട്രെയിൻ ഒക്കർ ആൻഡ് ബ്രേക്കിംഗ് ഹാപ്പൻ. അതായത് ഡിക്ക് ശേഷം, ഡി എന്ന് പറയുന്ന പോയിന്റിന് ശേഷം, ഡി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ്. അതായത് അന്തിമ വലിവ് ശേഷി എന്ന് പറയും. അതായത് അതുവരെ നമുക്ക് വലിക്കാം, അതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതിനുശേഷം ഒരു ചെറിയ വലിവ് കൊടുത്തു കഴിഞ്ഞാലും അത് പൊട്ടിപ്പോവും. ഇ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ഫ്രാക്ചർ പോയിന്റ്, പൊട്ടുന്ന പോയിന്റ് എന്നാണ് പറയുന്നത്. ഡിയും ഇയും അടുത്തടുത്താണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഡിക്കും ഇക്കും ഇടയിൽ കുറച്ചധികം സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അടിച്ചു വരുത്താനും വലിച്ചു നീട്ടാനും ഒക്കെ ഉള്ള കഴിവുണ്ടാകും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. ഇത്രയാണ് നമ്മുടെ ഗ്രാഫ്, ഹുക്സ് ലോന്റെ ഗ്രാഫ്. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഈ റീജിയനിൽ എന്താ സംഭവിക്കുന്നത്, ഈ പോയിന്റിന്റെ പേരെന്താന്നൊക്കെ ചിലപ്പം ഗ്രാഫ് തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നേരത്തെ അയോട്ടേന്റെ കേസ് പറഞ്ഞു. ഈ ഹൃദയവാൽവായ അയോട്ടയുടെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അയോട്ടയുടെ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് അയോട്ടയിലൂടെ പോകുന്ന സമയത്ത് എത്ര നന്നായിട്ട് അയോട്ടയ്ക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ സ്ട്രെച്ച് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രഷർ കുറവാണ്, ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത് അയോട്ട ഭയങ്കര സ്ട്രെച്ചി ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ സ്ട്രെസ് കൊടുത്താൽ തന്നെ ഹൈ സ്ട്രെയിൻ ഉണ്ടാവും അയോട്ടയ്ക്ക്. അപ്പോൾ ബ്ലഡ് ഫ്ലോ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രഷർ കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അയോട്ട കുറച്ചുകൂടെ സ്റ്റിഫ് ആവും. അപ്പോൾ അയോട്ടനെ സ്ട്രെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബ്ലഡ് കയറി ധമനികൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണത്. അപ്പോൾ അതിനെ ബേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന്, പൊട്ടുന്നതിൽ നിന്ന് രക്ഷിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഇതൊരു ഗ്രാഫ്, ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതായത് ഇത് എന്താ, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് മേലോട്ട് കേവ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്, അപ്വേർഡ് കേവ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രഷർ കൂടുന്ന സമയത്ത് അയോട്ട സ്റ്റിഫ് ആവുന്നു, അതായത് അതിന് കൂടുതൽ സ്ട്രെച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പ്രഷർ കൂടുന്ന സമയത്ത്, സ്ട്രെസ് കൂടുന്ന സമയത്ത് കൂടുതൽ സ്റ്റിഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിൻ്റെ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭൂരിഭാഗം മേഖലകളിലും ഹുക്കിന്റെ നിയമം പാലിക്കപ്പെടുന്നില്ല. മറ്റൊന്ന്, ഇവിടെ കൃത്യമായി നിർവചിക്കപ്പെട്ട പ്ലാസ്റ്റിക് മേഖലയില്ല. അയോട്ടയിലെ കലകൾ റബ്ബർ തുടങ്ങിയ പദാർത്ഥങ്ങളെ വലിച്ചു നീട്ടി ഉയർന്ന സ്ട്രെയിൻ ഉണ്ടാക്കാവുന്നതിനാൽ
ഇവയെ ഇലാസ്റ്റോമറുകൾ എന്ന് പറയും. അതായത് അയോർട്ടയിലെ ടിഷ്യൂസിനെ നമ്മൾ പറയുന്നത് ഇലാസ്റ്റോമറിക് ടിഷ്യൂ എന്നാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാലും വലിയ സ്ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, വലിച്ചു നീട്ടാൻ വേണ്ടി പറ്റും. റബ്ബർ ബാൻഡൊക്കെ എന്ന് പറയുന്നത് ഇലാസ്റ്റോമേഴ്സ് ആണ്. അപ്പോൾ ആ ഗ്രാഫാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൻ്റെത് വളരെ വലുതാണ്, പക്ഷേ ഇത് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. പരീക്ഷണ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന ഒരു പദാർത്ഥത്തിൽ സ്ട്രെസ് വലിവ് ബലമോ സമ്മർദ്ദനമോ ആയാലുണ്ടാകുന്ന സ്ട്രെയിനിന്റെ അളവ് ഒരുപോലെ ഇരിക്കും. ടെൻസൈൽ അഥവാ കംപ്രഷൻ സ്ട്രെസ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെയും ഹരണഫലത്തെ യങ്സ് മോഡുലസ് എന്ന് വിളിക്കുന്നു. ഇത് Y എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞത് ടെൻസൈൽ അഥവാ കംപ്രഷൻ സ്ട്രെസ്സിന്റെയും ടെൻസൈൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെയും ഹരണഫലമാണ് യങ്സ് മോഡുലസ്. അതായത് നമ്മൾ ഒരു സിലിണ്ടറിനെ മേലോട്ട് വലിച്ചു നീട്ടുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ യങ്സ് മോഡുലസ് അവിടെ ഉണ്ടാകുന്ന കംപ്രഷൻ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എഫ്സിലണുമാണെങ്കിൽ ഗാമ, യങ്സ് മോഡുലസിനെ ഗാമയല്ല വൈ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എഫ്സിലൺ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നേരത്തെ കണ്ട സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തന്നെ എഫ് ബൈ എ ആണ്, ആൻഡ് എഫ്സിലണിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അങ്ങനെയാണ് യങ്സ് മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എന്നാൽ സ്ട്രെയിൻ ഒരു ഡയമെൻഷൻ ഇല്ലാത്ത അളവായതുകൊണ്ട് സ്ട്രെയിനിന് യൂണിറ്റ് ഒന്നുമില്ല. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെയും സ്ട്രെസ്സിൻ്റെയും യൂണിറ്റ് തുല്യമായിരിക്കും. അതായത് ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 അഥവാ പാസ്കൽ ആണ്. ഓക്കെ ആണല്ലോ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്. ഇനി ഒരു പട്ടിക നമുക്ക് തന്നിട്ടുണ്ട്. ഈ പട്ടിക പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ലോഹങ്ങളുടെ ഇവിടെ യങ്സ് മോഡുലസ് ആണ് തന്നിട്ടുള്ളത്. ലോഹങ്ങളുടെ യങ്സ് മോഡുലസ് ഭയങ്കര കൂടുതലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ പദാർത്ഥങ്ങളുടെ നീളത്തിൽ നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തുന്നതിന് നമ്മൾ വലിയ ഫോഴ്സ് കൊടുക്കണം. യങ്സ് മോഡുലസ് എന്താണ്? സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും എന്താണ് പ്രൊപ്പോർഷണാലിറ്റി ആണല്ലോ. അപ്പോൾ ആ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നോമിനേറ്റർ വളരെ വലുതായിരിക്കും, അതിൻ്റെ അംശം വലുതായിരിക്കും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെ കൊടുക്കുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും, അതിൻ്റെ യങ്സ് മോഡുലസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പദാർത്ഥത്തിനെ വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്, കൊടുക്കേണ്ട ഫോഴ്സ് നല്ല കൂടുതലാണ് എന്നുള്ളതാണ് യങ്സ് മോഡുലസ് കൂടുതലാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 0.1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഛേദതല പരപ്പളവുള്ള വളരെ കനം കുറഞ്ഞ ഒരു സ്റ്റീൽ കമ്പിയുടെ നീളം 0.1% വർദ്ധിപ്പിക്കുന്നതിന് 2000 ന്യൂട്ടൺ ബലം ആവശ്യമുണ്ട്. സ്റ്റീൽ കമ്പിയിൽ ഉണ്ടാക്കിയ അതേ രൂപമാറ്റം അതേ പരപ്പളവുള്ള അലൂമിനിയം, ബ്രാസ്, ചെമ്പ് എന്നീ കമ്പികളിൽ ഉണ്ടാക്കാൻ ആവശ്യമായ ബലങ്ങൾ യഥാക്രമം 690 ന്യൂട്ടൺ, 900 ന്യൂട്ടൺ, 1100 ന്യൂട്ടൺ എന്നിങ്ങനെയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന് രൂപമാറ്റം വരുത്താൻ കൊടുക്കേണ്ട ബലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് 2000 ന്യൂട്ടൺ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോപ്പർ, അലുമിനിയം, ബ്രാസ് തുടങ്ങിയവയേക്കാൾ കൂടുതൽ ഇലാസ്തിക സ്വഭാവമുള്ളതാണ് സ്റ്റീൽ എന്നാണ്. ഇക്കാരണത്താലാണ് ഹെവി ഡ്യൂട്ടി യന്ത്രങ്ങളിലും ഘടനാപരമായ രൂപകൽപ്പനകളിലും സ്റ്റീലിന് മുൻഗണന നൽകുന്നത്. തടി, എല്ല്, കോൺക്രീറ്റ്, ഗ്ലാസ് ഇവയ്ക്കെല്ലാം താരതമ്യേന കുറഞ്ഞ യങ്സ് മോഡുലസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മെക്കാനിക്കൽ യന്ത്രങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ സ്റ്റീൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീൽ ഒരു സ്ട്രെസ് കൊടുക്കേണ്ട സ്ട്രെസ്, അതിന് രൂപമാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട സ്ട്രെസ് എന്ന് പറയുന്നത്
വളരെ വലുതാണ്. ഒരുപാട് വലിയ ബലം കൊടുത്താൽ അതിനെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ യന്ത്രങ്ങൾക്കൊക്കെ ഒന്നും പെട്ടെന്ന് മാറ്റം വരാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഇനി അഥവാ മാറ്റം വന്നു കഴിഞ്ഞാലും അതിന് തിരിച്ച് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് പോകാൻ പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ് സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നോക്കാം. ഇവിടെ പദാർത്ഥങ്ങളുടെ യങ്സ് മോഡുലസിന്റെ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് യങ്സ് മോഡുലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എത്ര ഈസി ആയിട്ട് നമുക്കൊരു മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, വലിച്ചു നീട്ടാൻ വേണ്ടി പറ്റും. അതായത് അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് സ്കോർ പോലെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ യങ്സ് മോഡുലസ് ഉള്ള ഒരു പദാർത്ഥം ഭയങ്കര സ്റ്റിഫായിരിക്കും, അതിനെ വലിച്ചു നീട്ടാൻ അങ്ങനെ പറ്റില്ല. പക്ഷേ ലോ യങ്സ് മോഡുലസ് ആണെങ്കിൽ അത് സ്ട്രെച്ച് ആയിരിക്കും, റബ്ബർ പോലെ. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് വലിച്ചു നീട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെ ഒരു വസ്തുവിനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നെ വലിച്ചു നീട്ടാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതായത് ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ പറ്റുമോ, ഈ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ എടുക്കുന്നത് ഓട്ടോമൊബൈൽസിൽ? സ്റ്റീലിന് വളരെ വലിയ യങ്സ് മോഡുലസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല സ്റ്റിഫായിരിക്കും. പെട്ടെന്നൊന്നും ഒരു ചെറിയ ഫോഴ്സ് ഒന്നും കൊടുത്താൽ അത് രൂപമാറ്റം അതിന് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് വലിയ ഫോഴ്സിന്, ഒരു വലിയ ബലത്തിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി സ്റ്റീലിനുണ്ട്. അപ്പോൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ മെഷീൻസ് ഒക്കെ സ്ട്രോങ് ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും. അത് കുറേ കാലത്തേക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ്, യങ്സ് മോഡുലസ് കഴിഞ്ഞു, അടുത്ത മോഡുലസ് ആണ് ഷിയർ മോഡുലസ്. നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലാസ്റ്റിക് മോഡുലസുകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഇലാസ്റ്റിക് മോഡുലസ് ആണ് ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെയും അതുണ്ടാക്കുന്ന ഷിയറിംഗ് സ്ട്രെയിൻ്റെയും അനുപാതത്തെ ഒരു പദാർത്ഥത്തിൻ്റെ അനുരൂപണ മോഡുലസ് എന്ന് വിളിക്കുന്നു. ഇതിനെ റിജിഡിറ്റി മോഡുലസ് എന്നും വിളിക്കാറുണ്ട്. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന ബലം എന്ന് പറയുന്ന അനുരൂപണ ബലമാണ്, അതായത് പാരലായിട്ട് ഉണ്ടാക്കുന്ന ബലം. അതിനെ അതുകൊണ്ട് തന്നെ അനുരൂപണ മോഡുലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ, ജി കൊണ്ടാണ് നമ്മൾ ഷിയർ മോഡുലസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ് എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ തീറ്റ. അതായത് ഡെൽറ്റ എക്സ് ബൈ എൽ എന്നുള്ളത് തീറ്റയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ബൈ എ തീറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ സിഗ്മ എസ് എന്ന് പറയുന്നത് ജി തീറ്റയാണ്. അതാണ് അനുരൂപണ പ്രതിബലം, അവിടെ തിരിച്ചുണ്ടാകുന്ന ബലമാണ്. അപ്പോൾ അതിനെ നമുക്ക് ജി തീറ്റ എന്ന് എഴുതാം. ഷിയറിംഗ് മോഡുലസിൻ്റെയും യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ തന്നെയാണ്. ഇനി ഷിയർ മോഡുലസുകൾ കുറേ തന്നിട്ടുണ്ട് നമുക്കൊരു പട്ടിക, നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിക്കും. യൂഷ്വലി പദാർത്ഥങ്ങളുടെ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസിൻ്റെ 1/3 അതായത് ഷിയർ മോഡുലസ് ജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു y/3 ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഷിയർ മോഡുലസ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, ഷിയർ മോഡുലസിൻ്റെ അർത്ഥം നമുക്ക് എങ്ങനെ ഒരു വസ്തുവിനെ ട്വിസ്റ്റ് ചെയ്യാം, അതിൻ്റെ ലെയേഴ്സിനെ, മെറ്റീരിയൽസിലെ ലെയേഴ്സിനെ, പാളികളെ എങ്ങനെ സൈഡ് വൈസ് നമുക്ക് രൂപമാറ്റം വരുത്താം എന്നുള്ളതാണ് ഷിയർ മോഡുലസിൻ്റെ അളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷിയർ മോഡുലസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മെറ്റീരിയലിൻ്റെ അങ്ങനെ സൈഡ് വൈസ് മാറ്റം വരുത്തുന്നതിനുള്ള റെസിസ്റ്റൻസിനെയാണ് ഷിയർ മോഡുലസ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ ഷിയർ മോഡുലസ് കൂടുതലാണെങ്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യിക്കാനും സൈഡ് വൈസ് ലാൻഡ് ചെയ്യിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഷിയർ മോഡുലസ്, അതായത് ഇരുമ്പൊക്കെ പോലെയുള്ള വസ്തുക്കൾ, സ്റ്റീലൊക്കെ പോലെയുള്ള വസ്തുക്കൾ,
ഷിയർ മോഡുലസ് കുറവാണെങ്കിൽ നമുക്ക് സൈഡ് ബൈ സൈഡ് ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അതായത് നമ്മളെ ഇപ്പോൾ ഒരു ജെല്ലി ഒക്കെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തള്ളി നീക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ കേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അത് ആലോചിക്കുക. നമ്മൾ 2 പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ടങ്സ്റ്റൺ ആണ് ഏറ്റവും കൂടുതൽ ഷിയർ മോഡുലസ് കാണിക്കുന്നത്. അതായത് അപ്പോൾ ടങ്സ്റ്റൺ എന്ന് പറയുന്നതിന് സ്ലാൻഡ് ചെയ്യിപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും കുറവ് തടിക്കാണ്. ഇനി ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അടുത്തത്. നമ്മൾ 2 മോഡുലസ് കണ്ടു, യങ്സ് മോഡുലസും കണ്ടു, ഷിയർ മോഡുലസും കണ്ടു. അടുത്ത കോൺസെപ്റ്റ് ബൾക്ക് മോഡുലസ് ആണ്. ഒരു വസ്തുവിനെ ഒരു ദ്രാവകത്തിൽ താഴ്ത്തി വെച്ചിരുന്നാൽ അത് ജലമർദ്ദത്താൽ പ്രവർത്തിക്കുന്ന പ്രതിബലത്തിന് വിധേയമാകുന്നു. നമ്മളൊരു വസ്തുവിനെ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കാന്ന് വിചാരിക്കുക. അപ്പോൾ താഴെയുള്ള വാട്ടറിന്റെ പ്രഷർ മേലോട്ട് ഉണ്ടാവൂലേ, അപ്പോൾ അതിനെയാണ് ദ്രവചലിത മർദ്ദത്തിന്റെ അളവിന്, ഹൈഡ്രോളിക് പ്രഷറിന് ഈ ബലം എന്ന് പറയുന്നത് തുല്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രഷർ, ഹൈഡ്രോളിക് പ്രഷർ, അതായത് ദ്രവചലിത മർദ്ദം എന്ന് പറയുന്നത് വസ്തുവിന്റെ വ്യാപ്തം അല്ലെങ്കിൽ ഉള്ളളവിൽ രൂപമാറ്റം ഉണ്ടാക്കും അല്ലേ. ആ ഒരു മാറ്റത്തിനെ നമ്മൾ ഉള്ളളവ് രൂപമാറ്റം അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ ദ്രവചലിത സ്ട്രെസ്സും അതുണ്ടാക്കുന്ന വോളിയം സ്ട്രെയിനും തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു -P ഡിവൈഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ വി ബൈ വി അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ്, ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് പി എന്ന് പറയുന്നത്. ദ്രവചലിത മർദ്ദത്തിന് ഈക്വൽ ആണ് നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ ക്ലാസ് കണ്ടിരുന്നു. അപ്പം -P ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതാം. ഇവിടെ മൈനസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്? മർദ്ദത്തിൽ ഉണ്ടാകുന്ന വർധനവ് മൂലം അവിടെ ഉണ്ടാകുന്ന പ്രഷറിലെ കൂടുതൽ വോളിയത്തിലൊരു കുറവ് സംഭവിപ്പിക്കുന്നുണ്ട് അല്ലേ. അതാണ് ഈ നെഗറ്റീവ് ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പി പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ വി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിന് ബൾക്ക് മോഡുലസ് ബിയുടെ വില എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ബൾക്ക് മോഡുലസിന്റെ SI യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ ആണ്. ഇനി ഒരുപാട് ബൾക്ക് മോഡുലസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ബൾക്ക് മോഡുലസിന്റെ വ്യുൽക്രമത്തെ, റെസിപ്രോക്കലിനെ നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയും. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എത്ര ഈസി ആയിട്ട് നമുക്കൊരു മെറ്റീരിയലിനെ കംപ്രസ് ചെയ്യിക്കാം എന്നുള്ളതാണ്. പക്ഷെ ബൾക്ക് മോഡുലസ് എന്താണ്? അങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബൾക്ക് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കംപ്രസിബിലിറ്റി നമുക്ക് K കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ K is equal to 1/B, 1/B is equal to -1/Δp into Δ V by V എന്ന് എഴുതാം. ഖരവസ്തുക്കൾക്ക് ബൾക്ക് മോഡുലസുകൾ ദ്രാവകങ്ങളുടേതിനേക്കാൾ കൂടുതലാണ്. അതായത് ഖരവസ്തുക്കളെ കംപ്രസ് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വാതകങ്ങൾക്കാണ് ഏറ്റവും കുറവ്. കാരണം അവരെ കംപ്രസ് ചെയ്യിക്കാൻ ഈസി ആയിട്ട് പറ്റും. കാരണം അവരുടെ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഭയങ്കര കുറവായതുകൊണ്ട് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാതകങ്ങൾക്ക് എന്ത് കുറവാണ്? നമ്മുടെ ബൾക്ക് മോഡുലസ് കുറവാണ്. അതായത് ഖരപദാർത്ഥങ്ങൾ ഏറ്റവും ചെറുതായി സങ്കോചിക്കുന്നവയും വാതകങ്ങൾ ഏറ്റവും കൂടുതലായി സങ്കോചിക്കുന്നവയുമാണ്. ഖരപദാർത്ഥങ്ങളെക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് സങ്കോചിക്കുവാൻ വാതകങ്ങൾക്ക് കഴിയും. അപ്പം ബൾക്ക് മോഡുലസിന്റെ നേരെ ഓപ്പോസിറ്റ് കേസിൽ കംപ്രസിബിലിറ്റി ആലോചിച്ചാൽ മതി. കംപ്രസിബിലിറ്റി മർദ്ദത്തിനും താപനിലയ്ക്കും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഖരപദാർത്ഥത്തിന്റെ അസങ്കോചക ക്ഷമത, അതായത് ഇൻകംപ്രസിബിലിറ്റി, അടുത്തടുത്ത കണികൾ തമ്മിലുള്ള ദൃഢമായ സംയോജനം മൂലമാണെന്ന് പറയാനാകും.
ഇൻകംപ്രസിബിലിറ്റിയും ബൾക്ക് മോഡുലസും സെയിം ആയിട്ട് ആലോചിക്കുക. കംപ്രസിബിലിറ്റി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിക്കുക. ദ്രാവകത്തിലെ തന്മാത്രകളും പരസ്പരം ബന്ധിതമാണെങ്കിലും ഈ ബന്ധനം ഖരപദാർത്ഥങ്ങളിലെ പോലെ അത്ര ശക്തമല്ല. വാതകങ്ങളിലെ തന്മാത്രകൾ വളരെ ചെറുതായിട്ട് മാത്രമാണ് പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ബൾക്ക് മോഡുലസ്? അതായത് നമ്മളൊരു മെറ്റീരിയലിനെ സ്ക്യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡിൽ നിന്നും കംപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അങ്ങനെ കംപ്രസ് ചെയ്യാതിരിക്കാൻ. ആ ഒരു റെസിസ്റ്റൻസിനെയാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഹൗ സ്ട്രോങ്ലി എ മെറ്റീരിയൽ റെസിസ്റ്റ് കംപ്രഷൻ, ആ കംപ്രഷനെ എത്ര ശക്തമായിട്ട് അത് എതിർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബൾക്ക് മോഡുലസ്. പക്ഷേ കംപ്രസിബിലിറ്റി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എത്ര കംപ്രസ് ചെയ്യാനാകും എന്നുള്ളതാണ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. കംപ്രസിബിലിറ്റിൻ്റെ ഇക്വേഷൻ 1 ബൾക്ക് മോഡുലസ് ആണ്, അതായത് 1/k ആണ്. ഹൈ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസി ടു കംപ്രസ് ആയിരിക്കും. ലോ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹാർഡ് ടു കംപ്രസ് ആയിരിക്കും. ഹൈ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ഒക്കെ, അതായത് വാതകങ്ങൾ. ലോ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോളിഡ്സ്. ഓക്കെ, ഇനി വിവിധ ഇലാസ്റ്റിക് മോഡുലസും അതിൻ്റെ ഇക്വേഷനും ഒക്കെ ഉള്ള ഒരു ടേബിളാണിത്. ഇത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. വലിവ് ആദ്യം നമ്മൾ പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അവിടെയുള്ള ബലങ്ങൾ ഉണ്ടാവുന്ന പ്രതിബലം, റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് വലിവ് അഥവാ സമ്മർദ്ദിതമാണ്. അതിനെ നമുക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു F/A എന്ന് എഴുതാം. അടുത്തത് അനുരൂപണമാണ്, ലെയേഴ്സ് ആണ് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സിഗ്മ K ഈസ് ഈക്വൽ ടു F/A എന്ന് എഴുതാം. മൂന്നാമത് ബൾക്ക് മോഡുലസിൻ്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ദ്രവചലിതമാണ്. ഓക്കെ, എങ്ങനെയുള്ള സ്ട്രെസ് ആണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രെയിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം എഴുതിയിട്ടുണ്ട്. ഇനി ആകൃതിയിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഉള്ളളവിലുണ്ടോ? ഇല്ല. അനുരൂപണം സംഭവിക്കുമ്പോഴും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഉള്ളളവിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ദ്രവചലിതത്തിൽ മാത്രം ആകൃതിയിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഉള്ളളവിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഇനി ഇലാസ്റ്റിക മോഡുലസുകൾ ഈ ഓരോ സന്ദർഭങ്ങളിലുള്ള യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. പിന്നെ ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഖരം രണ്ട് കേസിലും, വലിവിൻ്റെ കേസിലും അനുരൂപണത്തിൻ്റെ കേസിലും ഖരം തന്നെയാണ്. പക്ഷേ ബൾക്ക് മോഡുലസ് ദ്രവചലിതത്തിൻ്റെ കേസിൽ ഖരം, ദ്രാവകം, വാതകത്തിലും നമ്മൾ ബൾക്ക് മോഡുലസ് പറയാറുണ്ട്. ഇനി പോയിസൺ അനുപാതം അല്ലെങ്കിൽ പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണത്? യങ്സ് മോഡുലസ് പരീക്ഷണത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കമ്പിയുടെ ഛേദതലം അല്ലെങ്കിൽ വ്യാസം നേരിയ തോതിൽ കുറയുന്നതായി കണ്ടെത്തി. പ്രയോഗിച്ച ബലത്തിന് ലംബമായി ഉണ്ടാകുന്ന സ്ട്രെയിനിനെ പാർശ്വിക സ്ട്രെയിൻ എന്ന് പറയുന്നു. ഇലാസ്തിക പരിധിക്കുള്ളിൽ പാർശ്വിക സ്ട്രെയിൻ അനുഭവപ്പെടുന്ന പാർശ്വിക സ്ട്രെയിൻ അനുദൈർഘ്യ സ്ട്രെയിനിന് നേരനുപാതത്തിലായിരിക്കും എന്ന് സൈമൺ പോയ്സൺ കണ്ടെത്തി. അതിനാൽ വലിച്ചു നിർത്തപ്പെട്ട ഒരു കമ്പിയിലെ പാർശ്വിക സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള അനുപാതത്തെ പോയ്സൺ അനുപാതം എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ കമ്പി വലിച്ചു നീട്ടിയ സമയത്ത് അതിൻ്റെ ഡയമീറ്റർ ചെറുതായിട്ട് കുറയുന്നതായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഛേദതലത്തിന് ലംബമായിട്ടാണ്, പക്ഷെ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ അതായത് അവിടെ നമ്മൾ അവിടെ ഉണ്ടാവുന്ന ലാറ്ററൽ സ്ട്രെയിനും, അതായത് പാർശ്വിക സ്ട്രെയിനും, അതേപോലെ തന്നെ അനുദൈർഘ്യ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും രണ്ടും നേരനുപാതത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ പോയ്സൺസ്, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പിയുടെ യഥാർത്ഥ വ്യാസം ഡിയും സ്ട്രെസ്സിന് വിധേയമാകുമ്പോൾ ഡെൽറ്റ ഡിയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്, പാർശ്വിക രൂപമാറ്റം എന്ന് പറയുന്നത് ഡെൽറ്റ D/D ആയിട്ട് എടുക്കാം. അപ്പോൾ കമ്പിയുടെ നീളം എല്ലും വലിച്ചു നീട്ടുമ്പോൾ ഉണ്ടാകുന്ന നീളം ഡെൽറ്റ എല്ലും ആയിട്ട് എടുത്താൽ അവിടെ അനുദൈർഘ്യ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ L/L ആയിരിക്കും. അപ്പോൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പോയ്സൺസ് റേഷ്യോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ D/D ഡിവൈഡ് ബൈ ഡെൽറ്റ L/L. അതിനെ നമുക്ക് ഡെൽറ്റ D/Δ L ഇൻറ്റു L/D എന്ന് എഴുതാൻ വേണ്ടി പറ്റും.
പോയിസൺ അനുപാതം എന്നത് 2 സ്ട്രെയിനുകളുടെ അനുപാതമാണ്. ഇത് ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്തൊരു സംഖ്യയാണ്. ഇതിന്റെ മൂല്യം നിർമ്മിച്ചിരിക്കുന്ന വസ്തുവിന്റെ സ്വഭാവത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. സ്റ്റീലിന് ഡെൽറ്റയുടെ വില 0.28നും 0.30നും ഇടയിലും അലൂമിനിയം ഉൾപ്പെടെ ലോഹസങ്കരങ്ങളിൽ ഇത് ഏകദേശം 0.33നുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിസൺസ് റേഷ്യോ അലൂമിനിയത്തിനൊക്കെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക. അതായത് പോയിസൺസ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു സംഭവത്തിനെ വലിച്ചു നീട്ടുന്ന സമയത്ത് അത് എത്ര തിന്നായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം അലൂമിനിയത്തിനൊക്കെ വലിച്ചു നീട്ടി കമ്പിയാക്കാൻ പറ്റുന്നതിലുള്ള ഒരു ഈസിനെസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലൂമിനിയത്തിന് പോയിസൺസ് റേഷ്യോ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അതായത് പാർശ്വിക സ്ട്രെയിൻ ബൈ അനുദൈർഘ്യ സ്ട്രെയിൻ ആണ്. പാർശ്വിക സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് തിക്നെസ് എത്ര ചേഞ്ച് ചെയ്യുന്നു. ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അനുദൈർഘ്യ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം എത്ര ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമാണെന്നുള്ളത് ഓർമ്മിക്കാം. ഇനി ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിന്റെ ആപ്ലിക്കേഷൻസ് നിത്യജീവിതത്തിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ക്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന കയറുകൾക്ക് വലിയ ഹെവി ലോഡ്സ് പൊന്തിക്കാൻ വേണ്ടി പറ്റും. വലിയ വെയിറ്റ് ഭാരം ഉയർത്താൻ വേണ്ടി സാധിക്കും. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ക്രെയിനിൽ ഉപയോഗിക്കുന്ന വയർ വലിയൊരു തിക്ക് വയറായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് വയേഴ്സ് ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരൊറ്റ വയർ കട്ടിലൊരു വയർ ഉപയോഗിച്ചാൽ പോരല്ലേ സ്ട്രെയിനിന് അല്ല ക്രെയിനിൽ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വയറുകൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു വലിയ വയറാക്കി ഉപയോഗിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ ഒരു വലിയ വയറെന്നുള്ളതുകൊണ്ട് ഒറ്റൊരു വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഭയങ്കര സ്റ്റിഫായിരിക്കും. അതിനെ ബെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ വലിയൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും, ഒറ്റ വയറാണ് ഉള്ളതെങ്കിൽ. അപ്പോൾ അതിന് ഈ ട്വിസ്റ്റ് ചെയ്യുന്നതും ബെൻഡ് ചെയ്യുന്നതും ഒന്നും അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് വയേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പം അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. അതേപോലെ അതിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ വളയാൻ വേണ്ടിയൊക്കെ സാധിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ക്രെയിൻ കേബിൾസ് ഒക്കെ കപ്പികൾക്കിടയിലൂടെയൊക്കെ ഒരുപാട് ദൂരം ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ ഒരു വലിയ വയറാണെങ്കിൽ അതിങ്ങനെ ചിലപ്പോൾ ഒരു ഫ്രിക്ഷൻ ഒക്കെ വരാനും ബെൻഡ് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ വയറുകൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് സ്മൂത്ത്ലി മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. ഇനി അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഈവൻ ആയിട്ടാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെവി ലോഡ്സ് ഒക്കെ ഉയർത്തുന്ന സമയത്ത് ഒരുപാട് വയേഴ്സ് ആ ലോഡിന് ഉണ്ടാകുന്ന ഒരു വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ട്. ഒരുപാട് വയേഴ്സ് എന്ത് ചെയ്യും? ആ സ്ട്രെസ്സ് ഷെയർ ചെയ്യും. അപ്പോൾ ഒറ്റ വയറിനുണ്ടാകുന്ന ഒരു കൂടുതൽ ബലം ഇല്ല അവിടെ. അവിടെ ഒരുപാട് വയേഴ്സ് ഉണ്ട്. എന്തിന്? ആ ബലം അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ വയറിലും ഉള്ള സ്ട്രെസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ആ കേബിള്, അതായത് ആ വയർ മൊത്തത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും. അതായത് ട്വിസ്റ്റഡ് കേബിൾ ആണ് കുറച്ചുകൂടി ഇലാസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതിന്റെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഭാരം ഉയർത്തി കഴിഞ്ഞാൽ അതിന്റെ രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാലും രൂപമാറ്റം സംഭവിച്ചതിൽ നിന്ന് പെട്ടെന്ന് അതിന്റെ പഴയ ആകൃതിയിലേക്ക് പോകാൻ വേണ്ടി ഈ ട്വിസ്റ്റ് ചെയ്ത വയേഴ്സിന് പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത കേസ് ബക്ലിംഗ് ഓഫ് ബീംസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇനി എന്താണ് ബക്ലിംഗ് നോക്കാം. ബക്ലിംഗ് ഓഫ് ബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീം അല്ലെങ്കിൽ തൂണുകൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ ബീമുകൾക്കൊക്കെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ബീം വളയാൻ, അതിൻ്റെ രൂപത്തിൽ മാറ്റം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനെയാണ് ബക്ലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വലിയ ലോങ് ബീം ആയിരിക്കും, പക്ഷെ അതെന്ത് ചെയ്യും? പെട്ടെന്ന് ബെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിൽ പ്രഷർ വരുമ്പോൾ, അതായത് വെയിറ്റ് വരുന്ന സമയത്ത് അത് ബെൻഡ് ചെയ്യാനും വളയാനും അതേപോലെ തന്നെ അത് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്.
അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നമുക്കറിയാം. അതിൽ വലിയ വെയിറ്റ് വരുന്നതാണ്. താഴേക്ക് അതിനൊരു പ്രഷർ സംഭവിക്കുന്നതാണ്. ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ ചില സമയത്ത് ചില ടേബിളിൻ്റെ ഒക്കെ കാലുകൾ ഉള്ളിലേക്ക് വളയും. ഫോഴ്സ്, അതായത് അതിൻ്റെ മേലെയുള്ള വെയിറ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, ടേബിളിൻ്റെ മേളിലൊക്കെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാലുകൾ ഉള്ളിലേക്ക് വളയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ സോഡാ ബോട്ടിലൊക്കെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബക്ലിങ് തടയാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബീംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം യങ്സ് മോഡുലസ് എന്താണ്? എത്ര സ്റ്റിഫായിട്ട് ഒരു മെറ്റീരിയലിന് നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് യങ്സ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യങ്സ് മോഡുലസ് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും സ്റ്റിഫായിട്ട് ആ പില്ലറിന്, ആ ബീമിന് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റും. ഹൈ യങ്സ് മോഡുലസ് ഉള്ള സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് സ്റ്റീൽ പോലത്തെ മെറ്റീരിയൽസ് കൊണ്ടൊക്കെ ബീം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ലോ യങ്സ് മോഡുലസ് ആണെങ്കിൽ ഇപ്പോൾ റബ്ബറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പില്ലർ ഉണ്ടാക്കുക, ഒരിക്കലും അത് പോസിബിൾ അല്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ബെൻഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് വളരെ വലിയ യങ്സ് മോഡുലസ് ഉണ്ടാവും. ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കുകളിലൊക്കെ ബീംസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഹൈ യങ്സ് മോഡുലസ് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ബീമിൻ്റെ ഷേപ്പാണ്. സ്മാർട്ടായിട്ടുള്ള ഷേപ്സ് കൊടുക്കുക എന്നുള്ളതാണ്. സ്മാർട്ട് ഷേപ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ബീംസ്, ട്യൂബ്സ്, ട്രയാങ്കിൾസ്. ഇപ്പം നമ്മൾ മെട്രോൻ്റെ ഒക്കെ അടിയിൽ കൂടെ പോയാൽ കാണാം. അതിൻ്റെയൊക്കെ ബീംസ് എന്ന് പറയുന്ന ഒരു ഐ ഷേപ്പിലായിരിക്കും. അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ അടിയിൽ ഈ ബീംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഐ ഷേപ്പിലായിരിക്കും. അല്ലെങ്കിൽ ട്യൂബ്സ്, ട്രയാങ്കിൾസ്, അങ്ങനെയൊക്കെയുള്ള ഷേപ്പിലായിരിക്കും. അപ്പോൾ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ബക്ലിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഒരു കൺസ്ട്രക്ഷനാണ്. അതായത് ഒരു ബിഗ് ബ്ലോക്ക് വെറുതെ ഒരു പില്ലർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ബക്കിൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതല്ല, വേറൊരു ചിത്രമുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മേലെയുള്ള ഭാഗം കുറച്ച് പരന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഛേദതല പരപ്പളവ് കുറച്ച് കൂടുതലായതുകൊണ്ട് മുകളിലും താഴെയാണ് ഒരു ബീമിന് എപ്പോഴും ഫോഴ്സ് വരുന്നത്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തും ഉള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഫോഴ്സിൻ്റെ ബാലൻസിങ് നടുവിൽ ഇതിനധികം വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബീമിന് ഫോഴ്സിൻ്റെ ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ വരുന്ന ട്രക്സിനെയും അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിങ്ങിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെയുള്ള ഹെവി ലോഡ്സിനെയും ഒക്കെ, ഫ്ലോറും ഒക്കെ താങ്ങാനുള്ള ഒരു ശേഷി ഇത്തരം ബീംസിന് ഉണ്ടാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം ബീം ബക്കിൾ ചെയ്യുന്നതിൻ്റെ അതായത് ചിത്രം 9.8 കാണിച്ചിരിക്കുന്നത് പോലെ അഗ്രങ്ങളിൽ താങ്ങി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബീമിൻ്റെ മധ്യഭാഗത്ത് ഭാരം തൂക്കിയിട്ടിരിക്കുന്ന സാഹചര്യം പരിഗണിക്കുക. നീളം എല്ലും വീതി ബിയും ഡി കനവുമുള്ള ഒരു കമ്പിയുടെ മധ്യഭാഗത്ത് ഡബ്ല്യു ഭാരം വയ്ക്കുമ്പോൾ കമ്പിക്കുണ്ടാകുന്ന വളവിൻ്റെ തോത് എന്ന് പറയുന്നത്, ആ വളവിൻ്റെ തോത് നമ്മൾ ഡെൽറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ WL³ ഡിവൈഡഡ് ബൈ 4BD³ എന്നുള്ള കേസായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഡെപ്ത് ഓഫ് എന്താണ്, പല സമയങ്ങളിലും നമുക്ക് ഈ ബീമിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഈ എല്ല് നമുക്ക് കൂട്ടാൻ, അല്ല, എങ്ങനെയാണ് ഇത് കുറയ്ക്കാൻ, ഡെൽറ്റ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ബ്രെഡ്ത്ത് കൂട്ടണം അല്ലെങ്കിൽ ഡെപ്ത് കൂട്ടണം, അല്ലേ? അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് കൂട്ടുന്നതിനെക്കാട്ടിലും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത്, ഡെപ്ത് കൂട്ടുന്നതിനെക്കാട്ടിലും
ഈസി ആയിട്ടുള്ളത് കുറച്ചുകൂടി അതിൻ്റെ ബ്രെഡ്ത്ത് കൂട്ടാനായിട്ട് ആയിരിക്കും. ബി കൂട്ടുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവുക അല്ലേ? അതിൻ്റെ മേലെയുള്ള ആ ഒരളവ് കൂട്ടുന്നതായിരിക്കും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒന്ന് നോക്കി പോവാം. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇവിടെ ബി കൂട്ടുന്നതിനേക്കാൾ, അതായത് വീതി കൂട്ടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി പോസിബിൾ ആയിട്ടുണ്ടാകുക അതിൻ്റെ ഡെപ്ത് കൂട്ടുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ബി കൂട്ടുന്നത് രീതിയിലുള്ള ക്രമീകരണങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പം നീളം എന്താവണം? നീളം ചെറുതാവണം. വീതി കൂട്ടുന്നതിനെക്കാട്ടിലും നല്ലത് അതിൻ്റെ ഡെപ്ത് കൂട്ടുന്നതായിരിക്കണം. അപ്പം ഡെപ്ത് കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഐ പോലെയുള്ള ഷേപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതത്രേ ഉള്ളൂ, വലിയ കേസൊന്നും ഉള്ളതല്ല. ഓക്കെ, ഇനി ക്യാൻഡിലിവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ക്യാൻഡിലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഡൈവേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒളിമ്പിക്സിലൊക്കെ ഡൈവിങ് കോമ്പറ്റീഷന് അവർ ചാടുന്ന ഒരു സ്ലാബ് പോലത്തെ ഒരു സംഭവം, അതിൻ്റെ മുകളിൽ ചാടിയിട്ടാണ് അവർ വെള്ളത്തിലേക്ക് വീഴാല്. അപ്പം അങ്ങനെയുള്ളൊരു ഉപകരണം, ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ക്യാൻഡിലിവർ എന്ന് പറയുന്നത്. അതായത് ഒരെൻഡിൽ അത് ഫിം ആയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും, ഒരെൻഡിൽ ഒന്നും ഉണ്ടാവില്ല, സപ്പോർട്ട് ഉണ്ടാവില്ല. ഒരെൻഡിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. ആ എൻഡിലായിരിക്കും വെയിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുക. എങ്ങനെയാണ് ക്യാൻഡിലിവർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് ഈ ഫ്രീ എൻഡ്, ക്യാൻഡിലിവറിൻ്റെ ഫ്രീ എൻഡിൽ ഒരു ഫോഴ്സ് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഫ്രീ എൻഡിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ക്യാൻഡിലിവർ ചെറുതായിട്ട് താഴോട്ടൊന്ന് വളയും ആണല്ലോ. അപ്പോൾ ആ വളയുന്ന സമയത്ത് അതിൻ്റെ മറ്റേ എൻഡിൽ നിന്നൊരു ഫോഴ്സ് വരും, അതിനെ മേലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു അപ്വേർഡ് റിയാക്ഷൻ ഉണ്ടാവുമ്പോൾ അതിനൊരു ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ ഉണ്ടാവും. അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ്, ഒരു ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ ബീം പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു ബെൻഡിങ് മൊമെൻ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും കൂടെ, അതായത് താഴോട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, അതിനനുസരിച്ച് അതിൻ്റെ മറ്റേ ഫിമ്മായിട്ടുള്ള അതിൻ്റെ തിരിച്ചൊരു ഫോഴ്സും കൊടുക്കുന്നു. ഇത് രണ്ടും കൂടി ബാലൻസ് ആയിട്ടാണ് ക്യാൻഡിലിവർ പ്രവർത്തിക്കുക. അങ്ങനെയാണ് ഈ ബാലൻസിങ് ഓഫ് ഫോഴ്സ് ആണ് ക്യാൻഡിലിവർ താഴെ വീഴാണ്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ രണ്ട് ക്യാൻഡിലിവേഴ്സിൻ്റെ ചിത്രമാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഏറ്റവും അറ്റത്തൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ മറ്റേ എൻഡിൽ നിന്നൊരു തിരിച്ച് മേലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സും കൂടെ ബാലൻസ് ആയിട്ട് അവിടെ ഭാരത്തിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയുന്നത് പിരമിഡ് ഷേപ്പിൻ്റെ, അതായത് പർവ്വതങ്ങളുടെയൊക്കെ പിരമിഡ് ഷേപ്പിൻ്റെ, അല്ലെങ്കിൽ താഴെ കൂടുതലും മേളിലോട്ട് പോകുമ്പോൾ ഒരു കോണിക്കലായിട്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഉയരമുള്ള പർവ്വതത്തിൻ്റെ താഴെ തട്ടിൽ പർവ്വതത്തിൻ്റെ ഭാരം മൂലം യൂണിറ്റ് പരപ്പളവിലെ ബലം ρg ആണ്. ഇവിടെ റോ എന്നത് പർവ്വതത്തിലെ പദാർത്ഥങ്ങളുടെ സാന്ദ്രതയും ജി എന്നത് ഗ്രാവിറ്റി മൂലമുള്ള ത്വരണവുമാണ്. അടിത്തട്ടിലുള്ള പദാർത്ഥത്തിൽ ഈ ബലം അനുഭവപ്പെടുന്നത് ലംബീയ ദിശയിലും പർവ്വതങ്ങളുടെ വശങ്ങൾ സ്വതന്ത്രവുമാണ്. അതുകൊണ്ട് ബൾക്ക് സമ്മർദ്ദനത്തിൻ്റെയോ അഥവാ മർദ്ദത്തിൻ്റെയോ രീതിയിലല്ല ഈ ബലത്തിൻ്റെ പ്രഭാവം. ഇത് ഏകദേശം ρg എന്ന അനുരൂപണ ബലത്തിനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുക. ഒരു പാറയുടെ ഇലാസ്തിക പരിധി 30 × 10⁻⁷ Nm² ആണെന്ന് കരുതാം. ρgയുമായി ഇതിനെ തുല്യപ്പെടുത്തിയാൽ ρg is equal to 30 × 10⁻⁷ Nm². h is equal to 30 × 10⁻⁷ Nm², ഡിവൈഡ് ബൈ ρg ചെയ്യുന്ന സമയത്ത് 3 × 10⁻³ × 10 കിട്ടും. അപ്പോൾ 10 കിലോമീറ്റർ, അതായത് ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടിൻ്റെ ഉയരത്തിനെക്കാട്ടിൽ കൂടുതലാണ്. ഏകദേശം 10 ആയിരിക്കും കിട്ടുക.
അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 10-നെക്കാട്ടിലും കുറവോ 10-ഓ ആയിരിക്കും. കാരണം HROG വരുന്ന സമയത്ത് ഉയരം ഒരു മാക്സിമം ഒരു 10 ഒക്കെ ആയിരിക്കും പർവ്വതത്തിൻ്റെ ഉണ്ടാകുക. അതിൽ ജീൻ്റെ വാല്യൂവിലേക്ക് എത്തും ഏകദേശം. അപ്പം ഈ പർവ്വതങ്ങളുടെ ആകൃതി എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് ആ പർവ്വതത്തിലുള്ള മെറ്റീരിയൽസ്, അതിലുള്ള റോക്സ്, അതുപോലെ പാറകളുടെ ഒക്കെ സ്ട്രക്ചറാണ്. എത്ര കരുത്തോടെ ആ പാറകൾക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നുണ്ട്, ആ വെയിറ്റിനനുസരിച്ച് അതിൻ്റെ രൂപമാറ്റം വന്നു കഴിഞ്ഞാലും ആ രൂപമാറ്റത്തിനെ എതിർക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പർവ്വതങ്ങളുടെ ഷേപ്പ് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ആ പർവ്വതങ്ങളുടെ നിർമ്മിച്ചിരിക്കുന്ന റോക്കുകൾക്ക് ഷിയർ മോഡുലസ് കൂടുതലായിരിക്കണം അല്ലേ. അപ്പോൾ ഷിയർ മോഡുലസ് കൂടുക എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന രൂപമാറ്റത്തിനെ, ലാറ്ററൽ സ്ട്രെയിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ഒന്നുകൂടെ നോക്കാം. ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ നോക്കുക. ഇതാ, ഒരു പർവ്വതത്തിന്റെ അടിത്തറ യൂണിഫോം കംപ്രഷന് വിധേയമല്ല, അതായത് സമാന മർദ്ദത്തിന് വിധേയമല്ല. അടിത്തട്ടിൽ പരന്നു കിടക്കുന്ന പാറകളിൽ ഷിയറിംഗ് സ്ട്രെസ് നൽകും. അതുകൊണ്ട് തന്നെ പർവ്വതത്തിന്റെ മുകളിലുള്ള എല്ലാ പദാർത്ഥങ്ങളുടെയും സ്ട്രെസ് പാറകളിന്മേൽ ഭ്രംശം സൃഷ്ടിക്കാൻ ആവശ്യമായ ക്രാന്തിക അനുരൂപണ പ്രതിഫലത്തെക്കാൾ കുറവായിരിക്കണം. അതായത് പർവ്വതത്തിന്റെ മുകളിലുള്ള പദാർത്ഥങ്ങളുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ പാറയുടെ മുകളിൽ ഒരു എന്താ പറയാ, പാറ പൊട്ടാനുള്ള ചാൻസിനെക്കാട്ടിലും എന്തായിരിക്കണം, കുറവായിരിക്കണം എന്ന് പറയുന്നത്. മുകളിലുള്ള സാധനങ്ങളുടെ ഒക്കെ കൂടെ സ്ട്രെസ് എന്ന് പറയുന്നത് താഴെയുള്ള സംഭവങ്ങളെ പൊട്ടിക്കാൻ ആവശ്യമായ സ്ട്രെസ്സിനെക്കാട്ടിൽ കുറവായിരിക്കണമല്ലോ. എന്നാലാണല്ലോ താഴെയുള്ള പാറകൾ പൊട്ടാതിരിക്കുക. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊരു മാത്തമെറ്റിക്കൽ ഇത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പരമാവധി ഉയരം 10 കിലോമീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഒരു ഭൂമിയിലെ ഒരു പർവ്വതത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് തന്നെ 8 കിലോമീറ്റർ ഉള്ളൂ. 8 കിലോമീറ്ററിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ 8 വരുന്നുള്ളൂ. മാക്സിമം 10 കിലോമീറ്റർ വരെ പോകുന്നുള്ളൂ. HROG വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ജിയുടെ വാല്യൂ വരെയാണ് പോകാനുള്ള ചാൻസ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകാൻ കൂടെ ശ്രമിക്കുക. അതോടൊപ്പം ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിനു വേണ്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോവാം. അതോടെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും പഠനം തുടരുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.